മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ നടത്തുന്ന ഷാജൻ സ്കറിയയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപമാണ് ആ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാക്കുന്നത്. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിനും അതിൻ്റെ ഓണർ ഷാജൻ സ്കറിയയുമാണല്ലോ ഇന്നും വാർത്തകളിൽ നിറയുന്നത്. വിദേശത്ത് ബിസിനസ് നടത്തുന്ന ഒരു വ്യവസായിയെ സഭ്യമല്ലാത്ത ഭാഷയിൽ ആക്ഷേപിച്ച് വാർത്താ ചാനലിൽ കൊടുത്തു എന്ന പരാതിയിലാണ് ഷാജനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. മാഹി സ്വദേശിയായ ഗാനവിജയൻ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ആണ് കേസെടുത്തത്. അപകീർത്തിപ്പെടുത്തി വീഡിയോ എടുത്ത ഷാജൻ സ്കറിയയ്ക്കെതിരെ DGPക്കും സൈബർ പോലീസിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ UAEയിൽ ബിസിനസ് ചെയ്യുന്ന ഗാനവിജയൻ തിരുവനന്തപുരത്തെത്തി മൊഴി നൽകി. മാത്രമല്ല, മജിസ്ട്രേറ്റ് മുന്നിൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം രഹസ്യമൊഴിയും നൽകിയത്രേ. അതുകൊണ്ട് തന്നെ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായി പോലീസ്. അങ്ങനെയാണ് അറസ്റ്റ് ഉണ്ടാവുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തൻ്റെ ശൈലിയിലുള്ള പ്രതിഷേധം തുടങ്ങി. എങ്കിലും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഷാജൻ സ്കറിയ കെയിലി മാത്രമേ ഉടുത്തിരുന്നുള്ളൂ. പോലീസ് ഷർട്ടിടാൻ അനുവദിച്ചില്ല എന്നായിരുന്നു ഷാജൻ്റെ അവകാശവാദം. എന്നാൽ ഷർട്ടിടാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഇടില്ല എന്ന് വാശി പിടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഷർട്ടിടാതെ തന്നെ അദ്ദേഹം മെഡിക്കൽ ചെക്കപ്പിനും പോയി. അവിടെയും ഷാജൻ തിരഞ്ഞത് തൻ്റെ ചാനലിന് സ്കോപ്പ് ഉണ്ടാക്കാനുള്ള മരുന്ന് തന്നെയാണ്. അത് കണ്ടെത്തുവാൻ പോലീസ് നന്നായി സഹായിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഷാജൻ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. പിണറായി വീണ്ടും പറയുന്നു, കേരളം മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ, പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു, ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു. എന്നെ ഉടുപ്പിടാതെ ജയിലിക്കുള്ളൂ, വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടാ. പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിലടയ്ക്കും. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നല്ലേ പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് പിടിച്ചോണ്ട് പോന്നു. എന്നോട് പിടിച്ചോണ്ട് പോന്നു. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു. കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെ പോരാടും. പിണറായി സംതുലയട്ടെ. അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായിരുന്നു ആ മുദ്രാവാക്യങ്ങൾ. ഒരു ബിസിനസ്സുകാരി നൽകിയ പരാതിയിൽ നടന്ന അറസ്റ്റിനെ എങ്ങനെയാണ് ഷാജൻ സ്കറിയ രാഷ്ട്രീയവൽക്കരിച്ചത് എന്നത് എല്ലാവരും കണ്ടല്ലോ. ഇവിടെ രാഷ്ട്രീയത്തിന് ഒരു പ്രാധാന്യവുമില്ല. പരാതി നൽകിയത് രാഷ്ട്രീയക്കാരല്ല, പിന്നെ തൻ്റെ മനസ്സിലെ വെറുപ്പ്, അതൊരു ചാൻസും. കൂടെ കുറെ ക്യാമറകളും പിടിച്ചു നിൽക്കുന്നവരുടെ ഇടയിൽ വിളിച്ചു കൂവുന്നത് എന്തോ സംഭവമാണെന്നാവും പാവം ഷാജൻ സ്കറിയ കരുതിയിട്ടുണ്ടാവുക. എന്തായാലും ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യുകയും അപ്പോൾ തന്നെ ജാമ്യം കിട്ടുകയും ചെയ്ത സംഭവമാണ് പിന്നീട് കണ്ടത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴും ആ ഒരു ഷോ ഷാജൻ സ്കറിയ നിർത്തിയില്ല, അത് തുടർന്നു. ഇതിൻ്റെ അകത്ത് വിജയത്തിൻ്റെയോ തോൽവിയുടെയോ ഒന്നും പ്രശ്നമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അതൊരു രാഷ്ട്രീയ പ്രീതി മാത്രമാണെന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും. ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അറിയില്ല, ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ മെസ്സേജ് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് ആദ്യമൊന്നുമല്ല മറുനാടൻ ചാനൽ ഉടമയായ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യത്തിൽ വിടുന്നതും. ചിലരെ സുഖിപ്പിക്കാനും നിലനിൽപ്പിനും വേണ്ടി ഈ ചാനലിൽ ഇദ്ദേഹം പല പരാമർശമുള്ള വീഡിയോകളും നിർമ്മിച്ചിടാറുണ്ട്. അതൊക്കെ കേസായ ചരിത്രമാണ് ഉള്ളത്. സമൂഹത്തിലെ ഭിന്നിപ്പുകളെ നന്നായി സംസാരിച്ച് മുതലെടുക്കാൻ ഷാജന് അറിയാം. അത്തരം സംസാരങ്ങൾ തന്നെയാണ് ഷാജനും ചാനലിനും വിനയായിട്ടുള്ളതും. ഒരുപാട് വിമർശനങ്ങൾ നാലുപാട് നിന്നും
തനിക്കും ചാനലിനുമെതിരെ വരുന്നുണ്ടെങ്കിലും അതൊന്നും ഷാജൻ വകവെക്കാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം തന്നെയാണ് തുണി ഉടുക്കാനാവാതെ പബ്ലിക്കിൽ പ്രത്യക്ഷപ്പെടാനുള്ള വിധി. ആ വിധി ഇന്നിവിടെ എത്തിച്ചെങ്കിൽ ഷാജൻ തൻ്റെ ചിന്തകളെ പുനർചിന്തനം നടത്താൻ തയ്യാറാകണം. അതില്ലാത്തിടത്തോളം കാലം ഷാജനും ചാനലും ഇനിയും കാണാത്ത പല പ്രതിഷേധങ്ങൾക്കും സാക്ഷിയാവേണ്ടി വരും.